ഇനി അഖിലനാടിയുടെ കൂടെ ആളുകൾ കാണും. കഴിഞ്ഞ മാസം അയാളുടെ സിനിമകൾ ഇറങ്ങിയപ്പോൾ കൊള്ളില്ല എന്ന് പറഞ്ഞ ആളുകൾ തന്നെ അയാൾക്കൊപ്പം കൂടും. സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂടും. ഭാര്യ പോയപ്പോഴും അവർക്ക് എതിരെ പറയാതെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ അയാളുടെ മനസ്സാളുകൾ എടുക്കും. അയാളുടെ ദുഃഖത്തിനൊപ്പം ആളുകൾ ചേരും. ഇനി വരുന്ന കാലം അഖിൽ എന്നാടിയുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്ന ന്യൂസ് ഇപ്പൊ ട്രെൻഡിങ് ആണല്ലോ. ഈ വിഷയത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഇത് അഖിൽ എന്നാടിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇത് അഖിൽ എന്നാടിക്ക് പോസിറ്റീവ് ആകാനേ വഴിയുള്ളൂ. കാരണം അഖിൽ എന്നാടി അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമ മഹാരാജ ഹോസ്റ്റൽസ്, ആ സിനിമ റിലീസ് ചെയ്യുന്നു. അത് പരാജയമാകുന്നു. അതിന്റെ പേരിൽ ട്രോൾ ചെയ്യപ്പെടുന്നു. അങ്ങനെ അഖിൽ എന്നാടിയുടെ ജീവിതത്തിലെ വളരെ ഒരു മോശം ഘട്ടം, ഏറ്റവും നല്ല ഘട്ടമാണ് സിനിമ അഭിനയിക്കുന്നത്, പക്ഷെ അതൊരു നെഗറ്റീവ് റിസൾട്ടുകളിൽ എത്തിയപ്പോൾ അതൊരു മോശം ഘട്ടമാണ്. ആ ഘട്ടത്തില് താൻ ട്രോൾ ചെയ്യപ്പെടുന്നതിന്റെ ഇടയിലാണ് ഭാര്യ ഉപേക്ഷിച്ചൂടെ പോകുന്നത്. അതായത് ഒന്നിന്റെ പുറത്ത് ഒരടി. ഈ സമയത്ത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യേണ്ട ആളാണ് ഭാര്യ. ഇനി ഒരു അഭിപ്രായ വ്യത്യാസം ഇവർ തമ്മിൽ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനല്ലല്ലോ. തീർച്ചയായിട്ടും ഒരു ഡൈവോഴ്സിലോട്ടാണ് പോകേണ്ടത്. ഈ അഖിൽ എന്നാടിയുടെ വീട്ടിൽ നിന്നും വേറൊരാൾക്കൊപ്പം, ഒരു ഡ്രൈവർക്കൊപ്പം ഒളിച്ചോടി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അഖിൽ എന്നാടി പോലീസ് സ്റ്റേഷനിൽ അടക്കം പറഞ്ഞിരിക്കുന്ന മൊഴി, അവൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അവൾ ചെയ്തോട്ടെ, അവളെ ആരും ഉപദ്രവിക്കേണ്ട, ഇതിന്റെ പേരിൽ അവളെ പഴിക്കേണ്ട എന്നാണ്. ഇതേ സമയത്ത് തന്നെ അഖിൽ എന്നാടിക്ക് മറ്റ് ബന്ധങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇവള് പോയെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പോയെന്ന് പറഞ്ഞാലും മറ്റു ബന്ധങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ പോകേണ്ടത്. മറ്റു ബന്ധങ്ങളുണ്ടെങ്കിൽ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോവല്ല ചെയ്യേണ്ടത്. അവൾക്ക് അവിടെ വീടുണ്ട്, അവൾക്ക് നിയമപൂർവ്വം അത് ഡൈവേഴ്സ് ചെയ്യാം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എനിക്കിതിനെ ഒരു പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, ചിലപ്പോൾ രണ്ടുപേരുടെയും ഭാഗത്ത് പ്രശ്നം കാണും, പക്ഷെ അത് ഡീല് ചെയ്യേണ്ട ഇങ്ങനല്ലായിരുന്നു. അത് പകരം വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ടല്ല ഒരു ബന്ധത്തിൽ നിന്നും നമ്മൾ വെളിയിൽ വരേണ്ടത്. ഇനി ഇവര് പരസ്പരം ഇതുവരെ രണ്ടുപേരും ചെളിവാരി ഇറങ്ങിയിട്ടില്ല, എന്തോ ആയിക്കോട്ടെ. അതിനൊപ്പം തന്നെ ഇപ്പൊ പുതുതായിട്ട് കേൾക്കുന്ന ഈ മേഘ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ രണ്ടാമത്തെ വിവാഹമാണെന്ന് പറയുന്നു. ഒപ്പം ഈ പറയുന്ന മേഘ ഇപ്പം പോയിരിക്കുന്ന പയ്യൻ, ആ പയ്യൻ ഇതൊരു സ്ഥിരം പരിപാടിയാണെന്ന് പറയുന്നു. ഇത്തരം സംഭവങ്ങളെ പറ്റിയൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല, എന്താണ് സംഭവിച്ചത് എന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇത് ഞാൻ ചിന്തിച്ചത് ഇത് അഖിൽ എന്നാടിക്ക് മോശമാകുമോ അതോ പോസിറ്റീവ് അതോ നെഗറ്റീവ് ആകുമോ എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും പല പല ട്രോളുകൾ, അതായത് സിനിമ ഇറങ്ങിയതിനു ശേഷം നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങിയ അഖിൽ എന്നാടി ഇപ്പോൾ ആളുകളുടെ മനസ്സിലൊരു അയാളോടൊരു സിമ്പതി ഉണ്ട്. കാരണം എന്ന് വെച്ചാല് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അയാൾ ഇതിന് ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം അയാള് ആ സ്വന്തം ഭാര്യക്കെതിരെ ഒരു നിലപാടല്ല, അവൾ പോയി സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നൊരു നിലപാടെടുക്കുകയുണ്ടായി. അവളൊരു ചളിവാരി എറിയാനല്ല അവര് നോക്കിയത്. ഒപ്പം തന്നെ എവിടെ ഒരു സിമ്പതി അയാളോട് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അയാളുടെ ഭാഗത്തിന് തെറ്റുണ്ടെങ്കിൽ പോലും ഇങ്ങനല്ലായിരുന്നു, വേറൊരാൾക്കൊപ്പം ഒളിച്ചോടിക്കൊണ്ടല്ല അതിനൊരു പരിഹാരം എത്തേണ്ടത്. ഇനിയുള്ള സത്യത്തിൽ ഇനി ഇങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യത്തില് വേറെ റിലേഷനോ നമുക്കറിയില്ല കേട്ടോ. അഖിലിന്റെ കാര്യത്തിൽ അഖിലിന്റെ റിലേഷൻ ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ ഞാൻ കോമൺ ആയിട്ട് പറയുകയാണ്, ഇനി ഒരു ഭർത്താവിന്റെ റിലേഷൻ ഉണ്ടെന്നിരിക്കട്ടെ. അത്തരം സമയത്ത് നമ്മൾ ഒരിക്കലും എടുത്തു ചാടി വേറൊരാൾക്കൊപ്പം റിലേഷനിൽ എത്തരുത്. കാരണം വെച്ചാൽ നമ്മൾ ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ തികച്ചും തെറ്റായിരിക്കും. അപ്പുറത്തുള്ള ഒരാൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ ഒരാളോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് മറ്റൊരു റിലേഷനിൽ ചെന്ന് ചാടിയാൽ അതിലും മോശം ബന്ധങ്ങളിലായിരിക്കും നമ്മൾ ചെന്ന് ചാടുന്നത്. അവിടെ നമ്മൾ സമചിത്തതയോടെ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് ഡൈവോഴ്സിലോട്ട് പോകണം. ഇനി ഒരാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ഡൈവോഴ്സ് വേണേ പോയി കഴിഞ്ഞാൽ കിട്ടുമല്ലോ. അത് ഡൈവോഴ്സിലോട്ട് എത്തുകയും അതിനുശേഷം നമ്മളൊരു പങ്കാളിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യുകയായിരുന്നെങ്കിൽ, ആ റൂട്ടായിരുന്നെങ്കിൽ മേഘ ഒരിക്കലും ഇത്തരം പഴികൾ കേൾക്കില്ലായിരുന്നു. ഇപ്പൊ തീർച്ചയായിട്ടും മേഘയാണ് പഴി കേൾക്കേണ്ടത് മേഘ തന്നെയാണ്.